ആങ്കർ പോയിന്റ്സ് യൂസ് ചെയ്ത് പ്രിസൈസ് ആയിട്ടുള്ള പാത്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഷാർപ്പായിട്ടുള്ള എഡ്ജ് അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള കർവ്സ് ഇതെല്ലാം നമുക്ക് ഈ ഒരു പെൻ ടൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പാത്തിനെ നമുക്ക് സെലക്ഷൻസ് ആയിട്ടും വെക്റ്റർ ഷേപ്സ് ആയിട്ടും മാസ്ക് ആയിട്ടും നമുക്ക് ഈ ഒരു പെൻ ടൂൾ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പെൻ ടൂൾ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. പെൻ ടൂളിനകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻ ടൂൾസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റത്തെ ഡിഫോൾട്ട് ആയിട്ടുള്ള പെൻ ടൂൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പിലേക്ക് വന്നിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇത് പാത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ക്യാൻവാസിനുള്ളിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ. പോയിന്റ് കൊടുത്തതിന് ശേഷം ഞാനൊരു അടുത്തൊരു പോയിന്റ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നമുക്ക് സിമ്പിളായിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പോയിന്റ്സ് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്സ് ഈ ഒരു പെൻ ടൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. ഞാൻ കൺട്രോൾ ഇസഡ് അടിച്ച് ബാക്കിലേക്ക് വരുന്നു. ഓക്കെ. അപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള പാത്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടില്ലേ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു പാത്ത് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് കണ്ടില്ലേ ഈ ഒരു പോയിന്റ് ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ നമുക്കിവിടെ ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ നമുക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കർവ് പാത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു കർവ് പാത്തിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 2 കർവിനെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കർവിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആൾട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്ത് കണ്ടില്ലേ എനിക്ക് ഈ ഒരു കർവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കർവ് മാത്രമായിട്ട് ഇൻഡിവിജ്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു കർവിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു കർവ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ സൈഡിലുള്ള കർവ്സിനെയും നമുക്ക് ഈ ഒരു ഹാൻഡിൽസ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ ഒരു ഹാൻഡിലിൻ്റെ പാത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു കർവ് വരുന്നത്. ഓക്കെ. ഓക്കെ. ഞാൻ ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 2 പോയിന്റ്സ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയ പാത്തിനെ നമുക്ക് സെലക്ഷൻസ് ആയിട്ടും മാസ്ക് ആയിട്ടും ഷേപ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പാത്തിനെ ഞാൻ ഫസ്റ്റായിട്ട് സെലക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ജസ്റ്റ് ഞാൻ ടോപ്പിൽ വന്നിട്ട് ഈ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു പാത്തിനകത്തേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിനകത്തേക്ക് ഞാൻ ഫെദർ റേഡിയസ് 0 കൊടുക്കുന്നു. അതിനുശേഷം ആൻറ്റി എലൈസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ഓപ്പറേഷനിൽ ന്യൂ സെലക്ഷൻ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നമ്മുടെ ആ ഒരു പാത്ത് നമുക്ക് സിമ്പിളായിട്ട് ഒരു സെലക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ടൊരു സെലക്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ കൺട്രോൾ ഇസഡ് അടിച്ച് ബാക്കിലേക്ക് വരുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു പാത്തിനെ നമുക്ക് മാസ്ക് ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ടോപ്പിൽ വന്നിട്ട് മാസ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ ആ ഒരു പാത്ത് ഒരു മാസ്ക് ആയിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ കൺട്രോൾ ഇസഡ് ആയിട്ട് ബാക്കിലേക്ക് വരുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാത്തിനെ നമുക്ക് ഷേപ്പായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ടോപ്പിലേക്ക് വന്നിട്ട് ഈ ഷേപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലെ ലെയർ പാനൽ കണ്ടില്ലേ നമുക്ക് ആ ഒരു പാത്ത് ഒരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് സിമ്പിളായിട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഷേപ്പ് ടൂൾ എനേബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ല് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രോക്കും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പാത്തിനെ നമുക്ക് സെലക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത് ജസ്റ്റ് പെൻ ടൂൾ യൂസ് ചെയ്ത് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു പാത്തിനെ നമ്മൾ സെലക്ഷനായിട്ടും മാസ്ക് ആയിട്ടും അതുപോലെ തന്നെ ഷേപ്പായിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പെൻ ടൂൾ യൂസ് ചെയ്ത് ഈ ഒരു ഇമേജിൽ നിന്ന് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇമേജ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്സ് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ പോയിന്റ്സ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ. നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇമേജ് വന്നിട്ടുള്ളൂ. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്തൊരു പോയിന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു പാത്ത് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു പാത്ത് ഇവിടെ വിസിബിൾ ആയിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പിലേക്ക് വന്നിട്ട് ഈ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ട് ഈ ഒരു പാത്ത് ഓപ്ഷൻ്റെ അകത്തേക്ക് വന്നിട്ട് ഇവിടെ ഡിഫോൾട്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പാത്തിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 2 കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായി നമുക്കിവിടെ ഒരു
പാത്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു. വീണ്ടും ദേ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം ദേ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം താഴേക്ക് വന്നിട്ട് ദേ ഈ ഒരു ഏരിയയിലേക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് എന്തായി, നമ്മുടെ ഈ ഒരു ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് നമ്മളിവിടെ ഒരു പാത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം മേക്ക് സെലക്ഷൻ കൊടുത്തിട്ട് ഫെദർ 0 കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇമേജ് ഇവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, താഴേക്ക് വന്നിട്ട് ഈ ഒരു മാസ്കിൻ്റെ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായി, നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇമേജ് നമുക്കിവിടെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് നമ്മുടെ ഇമേജസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ.